5 വയസ്സ് കഴിഞ്ഞ ഒരു കുഞ്ഞിൻ്റെ കാര്യം ഇവരാരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഉണ്ടോ? ആരവനെ സംരക്ഷിക്കും? മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ചർച്ചാ വിഷയവും രേണുസുതി തന്നെ. സോഷ്യൽ മീഡിയയിലെ തിളങ്ങുന്ന താരം, മിന്നുന്ന താരം രേണുസുതി. രേണുസുതി അല്ല, രേണു എന്ന് വിളിക്കുന്ന രേണു തങ്കച്ചൻ ആണ് ഇന്നത്തെ താരം. ഏതായാലും കുറച്ച് ദിവസമായിട്ട് ഈ സുതി എന്ന വ്യക്തി മരിച്ചു കഴിഞ്ഞപ്പം അദ്ദേഹത്തോടുള്ള സ്നേഹം കൊണ്ട് അദ്ദേഹത്തിനൊരു വീട് എന്നുള്ള സ്വപ്നം എല്ലാവരും കൂടെ ചേർന്ന് സാക്ഷാത്കരിക്കും. ഒരു പള്ളിയിലച്ഛനാണ് ഇതിൻ്റെ വസ്തു കൊടുത്തത്. വേറെ ഒരു കൂട്ടായ്മയാണ് ഇത് വീട് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ വീടൊക്കെയായി. ഇപ്പം സോഷ്യൽ മീഡിയയിലെ മിന്നും താരമായി. റീൽസ് ഉണ്ട്. അതുപോലെ കുറച്ച് സാമ്പത്തികമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ രേണുസുതിക്ക് നിൽക്കാനും ഇരിക്കാനും ഒന്നും സമയമില്ല. കാരണം എപ്പോഴും സിനിമയിൽ അഭിനയിക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഈ വീട് മോശമാണ്, വീട് പോരാ എന്നൊരു തോന്നൽ. അപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ചർച്ച ചെയ്തു. അപ്പോൾ ഇതിനകത്തെ വില്ലൻ എന്ന് പറയുന്നത് തെളിഞ്ഞു വന്നിട്ടുണ്ട്. അത് രേണു എന്ന് പറയുന്ന വ്യക്തിയുടെ അച്ഛൻ തന്നെയാണ് ഇതിനകത്തെ വില്ലൻ. കാരണം പുള്ളിയുടെ സംസാരം അത്ര ശരിയല്ല. അതാണ് നമുക്ക് സോഷ്യൽ മീഡിയ കണ്ടപ്പോൾ മനസ്സിലായത്. പുള്ളിയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. എൻ്റെ അമ്മോ ഒട്ടും സഹിക്കാൻ വയ്യ. ഞാൻ ആ ഇൻ്റർവ്യൂവിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിക്കാം. കാരണം ബാക്കിയെല്ലാം നിങ്ങൾ ആ ഫുൾ വീഡിയോ കാണണമെങ്കിൽ നിങ്ങളത് പോയി. ഒരു കാര്യം ഉറപ്പാണ്, ഫുൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ മനുഷ്യനെ വെറുക്കാവുന്നതിൻ്റെ പരമാവധി വെറുക്കും. കാരണം ഇങ്ങനെ ആരെങ്കിലും സംസാരിക്കുമോ എന്ന് എനിക്കറിയില്ല. രേണു ഇങ്ങനെ ആയിപ്പോയതിൽ ഒന്നാമത്തെ കാരണം ഈ അച്ഛൻ തന്നെയാണ് എന്ന് ഏകദേശം ഉറപ്പാണ്. ഈ കിച്ചു നിൽക്കാത്തതിൻ്റെ ഒരു കാരണം എനിക്ക് തോന്നുന്നു രേണുവിൻ്റെ വീട്ടുകാർ തന്നെയാണെന്ന്. നമുക്കതിനകത്തെ കുറച്ച് ഭാഗങ്ങളൊന്ന് കാണാം. ഇതിൻ്റെ തറകെട്ട്, ഇതിൻ്റെ ഭിത്തികെട്ട്, ഇതിൻ്റെ കോൺക്രീറ്റ്, ഇതെല്ലാം നല്ല മാന്യമായിട്ട് ചെയ്തു. അപ്പം തറകെട്ടാണ് പ്രധാനമായിട്ടൊരു വീടിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അത് നന്നായി ചെയ്തു. കോൺക്രീറ്റും അതും ഭംഗിയായിട്ട് ചെയ്തു. പിന്നെ എവിടെ ചോരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവാത്തത്. പിന്നെ പുള്ളി പറയുന്നത് തേപ്പ് പ്രശ്നമാണ്. അകം കുഴപ്പമില്ല, പുറം കുഴപ്പമാണ്. ഏത് വീടിൻ്റെ ഇടയിൽ തേപ്പ് നന്നായിരിക്കുന്നത്? എല്ലായിടും പല പല പ്രശ്നങ്ങളുണ്ടാവും അല്ലേ? അതൊക്കെ തന്നെയായിരിക്കും ഈ വീട് സംഭവിച്ചത്. ഇതിന് ഇത്രമേൽ പുള്ളി തന്നെ പറയുന്നു ഇത് കുഴപ്പമില്ല. പിന്നെ എവിടെയാണോ തനിക്ക് കുഴപ്പം എന്ന് നമ്മളെ കൊണ്ട് ചോദിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. അപ്പോൾ ബാക്കി കൂടെ ഒന്ന് കേൾക്കാം. ഞാൻ കണ്ടിരിക്കുന്നത്, ഞാനും ഒരു കെട്ടിട പണിക്കാരനായിരുന്നു. അതങ്ങനെ പുള്ളി ഒരു കെട്ടിട പണിക്കാരനായിരുന്നു. എന്നായിരുന്നു മോക്കൊരു വീഡിയോ വെച്ച് കൊടുക്കാൻ, നേരത്തെ ഒരു വീഡിയോ വെച്ച് കൊടുക്കാന്ന്. കാരണം നമ്മൾ നേരത്തെ കണ്ടതാണ്. ഒരു ഷീറ്റിട്ട വീട്ടിലായിരുന്നു. ആ മഴയത്തും ഒക്കെ അവർ കഴിഞ്ഞു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞു പോയി. അങ്ങനെയാണ് ഒരു വീഡിയോ വെച്ച് കൊടുക്കുന്നതും വസ്തു. ഇച്ചിരി വസ്തു ഒരു വീട് എന്തിനു മോക്ക് മേടിച്ച് കൊടുക്കാതിരുന്നു? കെട്ടിട പണിക്കാരനല്ലേ? ഇത്ര ധാർമ്മികമായ രോഷം കൊള്ളുന്ന ഒരു വ്യക്തിക്ക് എന്തുകൊണ്ട് കഴിഞ്ഞില്ല? പുള്ളിക്ക് എല്ലാം അറിയാം കേട്ടോ. കെട്ടിടം പണിക്കാരനായിരുന്നു. കെട്ടിടം പണിക്കാരനായിട്ട് കാര്യമില്ലല്ലോ അല്ലേ? നാളെ ഞാൻ മിണ്ടായിരുന്നത് എന്നാന്നറിയോ? ഞാനും തന്നതല്ലേ, നമ്മളെന്തിനാ അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ പോകും? കേട്ടോ, പുള്ളിയുടെ സംസാര രീതി കിട്ടിയോ? ഇത്രയും നാൾ ഞാൻ മിണ്ടാതിരുന്നത് ദാനം കിട്ടിയതായതുകൊണ്ടാണ്. ദാനം അത്ര മോശമാണ്. ഇപ്പം ദാനത്തോടൊരു പുച്ഛമുണ്ട്. പുള്ളിയുടെ സംസാര രീതി തന്നെ ദാനം എന്ന് പറയുന്നത് കേട്ടില്ലേ? ആ കൈകളുടെ ചലനമൊക്കെ കണ്ടില്ലേ? ഒരുമാതിരി പുച്ഛഭാവം അല്ലേ? സത്യം പറഞ്ഞാൽ പുള്ളി അർഹിക്കുന്നില്ല എന്നുള്ളതാണ്. ദാനം കിട്ടിയതല്ലേ, അതുകൊണ്ട് ഞാൻ മിണ്ടാതിരുന്നതാണ്. അപ്പം ദാനം കിട്ടിയതെല്ലാം രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും. അവസാനം കുറച്ച് കഴിയുമ്പോഴത്തേന് കിട്ടുന്നിടം വരെ മിണ്ടത്തില്ല, കിട്ടിക്കഴിഞ്ഞ് ഞാൻ പറയും എന്നുള്ള രീതിയാണ് പുള്ളിയുടെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ബാക്കി കൂടെ കേൾക്കാം. ലോകരെ അറിയിക്കാതെ എന്താ പറഞ്ഞ പൊതിഞ്ഞു വെച്ചുകൊണ്ട് ഇരുന്ന് എന്നെ ഇപ്പം പിന്നെ അവിടെ ആരാ താമസിക്കുന്നത്? ഇവിടെ വന്നിവിടെ താമസിച്ചു. അപ്പോൾ സുതിയുടെ മക്കൾക്കാണ് ഈ വീടും വസ്തുവൊക്കെ കൊടുത്തത്. പക്ഷെ അവിടെ താമസിക്കുന്നത് രേണുവിൻ്റെ വീട്ടുകാരാണ്. അത് സോഷ്യൽ മീഡിയയിൽ സ്ഥിരമായിട്ട് പറയുന്നത്. കാരണം അവിടെ 2 റൂമേ ഉള്ളൂ. പക്ഷേ നേരത്തെ ഒന്നും അവിടെ താമസിക്കാനൊന്നും ആരും ഇല്ലായിരുന്നു. ഇപ്പോഴാണ് വീടൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴാണ് അവിടെ താമസിക്കാൻ ആളായി, അനക്കമായി. ഇത്രയും നാളും മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ നോക്കുന്ന ഒരു തന്തയോ തള്ളയോ ഒന്നും ആരും കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ആ അവസ്ഥയായിരുന്നു കാര്യങ്ങൾ.
പക്ഷേ വീടൊക്കെ ആയിക്കഴിഞ്ഞപ്പം ഇച്ചിരി സാമ്പത്തികമൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഇപ്പം എല്ലാവരും ആയി. അത് തന്നെയാണ് ചോദിക്കുന്നത്. ആർക്കെങ്കിലും ദണ്ണമുണ്ടെങ്കിൽ എല്ലാവരും വന്ന് താമസിച്ചോളാൻ. എന്തിനും മനുഷ്യനാണ് ഇത്. ഈ വേദനയുള്ള നാട്ടുകാർ ഇവിടെ വന്ന് താമസിക്കും. ഞങ്ങൾക്ക് അങ്ങനെ ഇതൊന്നുമില്ല. പിന്നെ ഞാൻ ചെയ്യുന്നതല്ല ശരി, എന്നെ വിമർശിക്കാനേ പാടില്ല. ഇത് ഈ ഇൻ്റർവ്യൂവിൽ ഉടനീളം കണ്ടത് ഈ മനുഷ്യൻ്റെ ഈ രീതിയാണ്. കാരണം സത്യം പറഞ്ഞാൽ ഇങ്ങേർക്ക് എന്താ പറയേണ്ടതെന്ന് അങ്ങേർക്ക് തന്നെ അറിയില്ല. അങ്ങേർക്ക് സംസാരിക്കാൻ അറിയില്ല. അങ്ങേർക്ക് എല്ലാത്തിനോടും പുച്ഛമാണ്. ഞാനെന്നുള്ള പാവം മുഴച്ചു നിൽക്കുന്നുണ്ട്. അപ്പം രേണുവിടെ കൃത്യമായിട്ടുള്ള സ്വഭാവം ഇപ്പം കാണുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. പണ്ടത്തെ രേണുവൊന്നും അല്ല. അത് കിട്ടിയത് ഈ വ്യക്തിയുടെ നിന്ന് തന്നെയാണ് 100% ഉറപ്പാണ്. കാരണം ഒരു വീടും 19 ലക്ഷം രൂപ വരുന്ന സാധനം കിട്ടിയിട്ട് അതിന് യാതൊരുവിധ നന്ദിയും കാണിക്കാത്ത ഒരു മനുഷ്യനെ ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ. ബാക്കി കൂടെ ഒന്ന് കേൾക്ക്. 5 വയസ്സ് കഴിഞ്ഞ ഒരു കുഞ്ഞിൻ്റെ കാര്യം ഇവരാരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഉണ്ടോ? ആരവനെ സംരക്ഷിക്കും? എടാ, സ്വന്തം മകളുടെ കുഞ്ഞിനെ ആര് നോക്കുമെന്ന് എന്ത് ചോദിക്കാനാന്ന് പറയാൻ. ആര് നോക്കും അവനെ? സ്വന്തം മകളുടെ കുഞ്ഞാ ആര് നോക്കുമെന്ന്? 5 വയസ്സുള്ള കുഞ്ഞിനെ ആര് നോക്കാനാ? അത് ജനിപ്പിച്ച അമ്മ തന്നെ നോക്കേണ്ടി വരും. ഇപ്പം അച്ഛൻ ജീവനോടില്ല, അതുകൊണ്ട് അമ്മ തന്നെ നോക്കേണ്ടി വരും. അല്ലെങ്കിൽ അമ്മയുടെ ബന്ധുക്കളോ അച്ഛൻ്റെ ബന്ധുക്കളോ നോക്കേണ്ടി വരും. അത് നാട്ടുകാരാണോ ഒന്ന് നോക്കുന്നത്? എടാ, ഇങ്ങനെ ഇവിടെ കിടന്നിടേ. അതുപോലെ തന്നെ ആര് നോക്കും എന്ന് ചോദിച്ചപ്പോഴും രേണുസുധിയും പറയുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് അമ്മയുടെ ആ സ്നേഹം, മകനോടുള്ള സ്നേഹം നമുക്ക് ഇതിനകത്തു നിന്ന് തിരിച്ചറിയാം. അതൊന്ന് കേട്ട് നോക്ക്. തുള്ളിച്ചാടുന്ന കുറെ പ്രിയപ്പെട്ടവരോട്ടെ, അവരിങ്ങോട്ട് വരട്ടെ. ഈ എൻ്റെ അമ്മ സ്വന്തം മകൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. ഈ പെണ്ണുപിള്ള പറയുന്നത് സ്വന്തം മകൻ്റെ കാര്യം. ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് നോക്കട്ടെന്ന്. എന്താ നമ്മൾ ഇതിന് മറുപടി പറയുക? സ്വന്തം കുഞ്ഞിൻ്റെ കാര്യമാണ് പറയുന്നത്. ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് നോക്കട്ടെന്ന്. ഇല്ലേ, മോഹൻലാൽ പണ്ട് പറഞ്ഞൊരു ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പക്ഷെ ഞാനിത് ഇപ്പം പറയുന്നില്ല. അത് ഇച്ചിരിയും കൂടെ ഓട്ടെ, വിട്ടുകളാ. ബാക്കി വരട്ടെ. നമ്മൾ ഇതിനെന്ത് മറുപടി പറയും അല്ലേ? 5.5 വയസ്സുള്ള കുഞ്ഞിനെ ആര് നോക്കും? എല്ലാവരും വന്ന് താമസിച്ചു. എന്നിട്ട് ഈ 5.5 വയസ്സ്, എനിക്ക് തോന്നുന്നു അവർ ആഗ്രഹിക്കുന്നത് അതാണെന്ന് തോന്നുന്നു. ഈ 5.5 വയസ്സുള്ള കുഞ്ഞാണ് അവർക്കൊരു ബാധ്യതയായിട്ട് മാറിയിരിക്കുന്നത്. അതിനെ കൂടെ നോക്കാൻ ഒരാളുണ്ടെങ്കിൽ അവർക്ക് ലാവിഷായിട്ട് കറങ്ങി നടക്കാം എന്ന് തന്തയും മകളും ഒക്കെ വിചാരിക്കുന്നു എന്നാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി. കാരണം ഇപ്പോൾ ഒരു സ്ഥിരമായിട്ട് ആ ഇൻ്റർവ്യൂവിൽ ഉടനീളം പറഞ്ഞതുകൊണ്ടിരുന്നത് എന്താ പറയുന്നത്, ആ കുഞ്ഞിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കുഞ്ഞിനെ നോക്കാൻ വേണ്ടി അവരവിടെ വന്ന് നിൽക്കുന്നു. അങ്ങനെ ആർക്കെങ്കിലും വിഷമം തോന്നുന്നുണ്ടെങ്കിൽ വന്ന് നിന്ന് നോക്കിക്കോ കുഞ്ഞിനെ. എന്ത് പറയാൻ, ആ കുഞ്ഞിൻ്റെ ഭാവി തന്നെ അവതാളത്തിലായി എന്നത് എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആശാൻ പറയുന്നൊരു ഡയലോഗുണ്ട്. എന്താ പറയണ്ടേ, ഒന്ന് കേട്ട് നോക്കും. മലയാളികളായിട്ട് ആരെങ്കിലും ഇതുപോലുള്ളൊരു അവസരം ആരെങ്കിലും മരിച്ചു കഴിയുമ്പം ദയവേത് നിങ്ങൾ അവർക്കൊരു വീട് ഉണ്ടാക്കി കൊടുക്കരുത്. സത്യം പറഞ്ഞ ഈ ഡയലോഗ് കേട്ട് കഴിഞ്ഞാൽ നാളെ ആർക്കെങ്കിലും വല്ലതും ചെയ്യാൻ തോന്നുന്നു? ഇത്രമേൽ അഹങ്കാരം ആരെങ്കിലും മലയാളികളോട് പറയുകയാണെന്ന്. ഏതെങ്കിലും ആരെങ്കിലും ചത്തു കഴിഞ്ഞാൽ അവിടെ പോയി, സാധാരണ ആൾക്കാർ ചത്തതല്ലോ, കൊല്ലംസുധി എന്ന് പറയുന്ന വ്യക്തിയോടൊരു സ്നേഹമുണ്ട്. അവരുടെ മക്കൾ ഇങ്ങനെ വീടുമില്ല, ഇതുമില്ല. സുധിയുടെ തന്നെ ഒരു സ്വപ്നമാണ് സ്വന്തം ഒരു വീടും ഒരു ഇച്ചിരി വസ്തുവുമൊക്കെ സുധിയുടെ ഒരു സ്വപ്നമായിരുന്നു. ഈ അച്ഛൻ എന്ന് പറയുന്ന ഈ വ്യക്തി ഇത്രയും നാളുണ്ടാക്കി ഇച്ചിരി വസ്തുവോ ഒരു വീടോ മേടിച്ച് കൊടുക്കാൻ പറ്റാതെ വ്യക്തിയാണ് ഈ ഗീർവാണം വന്ന് അടിക്കുന്നത്. ഈ 1 കൊല്ലത്തിന് ശേഷം കിട്ടിയ സാധനങ്ങളാണല്ലോ ഇത്. അവരുടെ വീട്ടിലുള്ള സാധനങ്ങൾ, വിലയെടുപ്പുള്ള 2 സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ വീടും ആ വസ്തുവാണ്. അത് ഈ 1 കൊല്ലത്തിനുള്ളിൽ നാട്ടുകാർ കൊടുത്ത സാധനം തന്നെ. അപ്പോൾ ഇനി മേലാൽ ആർക്കും കൊടുക്കരുതേ അവരുടെ ഒരു അപേക്ഷ. അവർ വിങ്ങിപ്പൊട്ടുകയാണ്. ഇതുകൊണ്ട് ഈ സാധനം കൊടുത്തത് കൊണ്ട് അത് ഫിറോഫ് ഇന്നാളൊരു ഇൻ്റർവ്യൂ പറഞ്ഞായിരുന്നു. കാരണം അവർക്ക് താല്പര്യമില്ലെങ്കിൽ ഇതിലും വലിയ വീട് ആരെങ്കിലും വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ചെന്നത് തല്ലിപ്പൊട്ടിച്ച് മാറ്റിക്കോളാം. അതുപോലെ
പള്ളിയിൽ അച്ഛനും പറഞ്ഞു താല്പര്യമില്ലെങ്കിൽ അവർ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വസ്തു അവരെടുത്തോളാം, അവർക്ക് വേണ്ടെങ്കിൽ വിട്ടുകൊടുത്തു. പക്ഷെ അവരുടെ പേരിലാണെന്നും അല്ല, ഈ മക്കളുടെ പേരിലാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം എനിക്ക് ഈ ഇൻ്റർവ്യൂ ഉടനീളം കണ്ടപ്പം തോന്നിയത്, ആൾക്കാരുണ്ടല്ലോ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നമ്മളൊന്നും ചെയ്യത്തുമില്ല, പക്ഷെ ഗീർവാണം മുഴക്കും. ഞാൻ അത് ചെയ്ത് കളയും, ഇത് ചെയ്ത് കളയും, എൻ്റെ കയ്യിലായിരുന്നെങ്കിൽ എനിക്ക് അതും അറിയാം, ഇതും അറിയാം, മറ്റേതും അറിയാം. പുള്ളി തന്നെ പറയുന്നത് എനിക്ക് കെട്ടിടം പണി അറിയാം. എന്തുകൊണ്ട് ഈ കെട്ടിടം പണി അറിയാമെന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഈ തേപ്പിൻ്റെ കാര്യം ഞാൻ പറയുന്നത്, നമ്മൾ കോൺട്രാക്ടർ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് പറയുന്നത്. ഈ തേപ്പ് എന്ന് പറയുന്ന സംഗതി എന്ന് പറയുന്നത് അത് ചിലപ്പം പൊളിഞ്ഞു പോയെന്നിരിക്കും. അതിന് കാരണം എന്താണെന്നറിയോ? അതിന് നന്നായി വെള്ളം ഒഴിക്കണം. ഈ തേക്കുന്ന സമയത്ത് തേച്ച് കഴിഞ്ഞ് പിറ്റേന്നൊക്കെ നന്നായി വെള്ളം ഒഴിച്ച്, അതും കോൺക്രീറ്റിനും അത് തന്നെ അത്യാവശ്യമാണ്. വെള്ളമാണ് ഇതിൻ്റെ ഏറ്റവും. പഴയ ചരലൊക്കെ മാറി. അതുകൊണ്ടാണ് ഈ മഴ സമയത്തൊക്കെ വീട് പണി ഏറ്റവും ഉത്തമമായ കാര്യം. അത് പക്ഷേ പ്രശ്നങ്ങളാണ്. അതുകൊണ്ടാണ് ഈ വെള്ളം നന്നായി വേണം, വെള്ളം നന്നായി കുടിക്കും ഭിത്തി. അപ്പോൾ അങ്ങനെ വെള്ളം ഈ വ്യക്തി നമ്മൾ സാധാരണ വർക്കെടുത്ത് ചെയ്യുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ചിലപ്പം കോൺക്രീറ്റ് സമയത്ത് ഡെയിലി പോയി വെള്ളം ഒഴിക്കാനൊന്നും പറ്റത്തില്ല. ഫുൾ പണി പിടിക്കുകയാണെങ്കിൽ ചെയ്യും. ചിലപ്പം വീട്ടുകാർ നമ്മുടെ ബുദ്ധിമുട്ട് കാണുമ്പോൾ മനസ്സിലാവും, ഞങ്ങൾ ചെയ്തോളാം എന്ന് വീട്ടുകാർ സ്വാഭാവികമായിട്ട് ഫുൾ കാശ് തന്ന് ചെയ്യുന്ന വീട്ടുകാർ പറയും ഞങ്ങൾ ചെയ്തോളാം, നിങ്ങൾ വരണ്ടെന്ന് പറയും. കാരണം അവരാണ് താമസിക്കേണ്ടത്, അവരുടെ വീടാണ്. അപ്പോൾ ആ വീടിന് ഉത്തരവാദിത്വം നമ്മളെക്കാൾ കൂടുതൽ വീട്ടുകാർക്കാണ് ഉണ്ടാകുന്നത്. അവർ കാശ് തരുമായിരിക്കാം, പക്ഷേ അവർ സ്ഥിരമായിട്ട് നന്നായിട്ട് നമ്മളെന്നേരം പറയും നന്നായി വെള്ളം ഒഴിക്കണം, തേപ്പിനും ഒഴിക്കണം, അതുപോലെ തന്നെ കോൺക്രീറ്റിനും ഒഴിക്കണം എന്ന് കൃത്യമായിട്ട് പറയും. അത് അത്യാവശ്യമാണ്. ഈ മനുഷ്യനോട് ദാനമായി കൊടുത്ത വീടാണെന്ന് പുള്ളി പറയുന്ന ഈ പുള്ളിയോട് ഈ വാർപ്പ് സമയത്ത് ഈ മറ്റവർ പറഞ്ഞു ഇതുപോലെ ചേട്ടാ ഞങ്ങൾക്ക് ഒരാളെ നിർത്തി ഇവിടെ നിർത്തി ചെയ്യിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിക്കാൻ വേണ്ടി മാത്രമായിട്ട് ചെയ്യേണ്ട കാര്യം. ചേട്ടൻ ചിരി രാവിലെ കുറച്ച് വെള്ളം ഒഴിക്കും. എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ ആർട്ടിഫിഷ്യനാന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇപ്പോൾ ഇതിന് ന്യായം പറയുന്നത്. കാരണം ഓഫൊന്ന് പിടിച്ചു കൊടുത്താൽ മതി, അല്ലാതെ വെള്ളം കോരിക്കൊണ്ട് വന്ന് ഒഴിക്കുകയൊന്നും വേണ്ട, ഇല്ലേ? അതുപോലും ചെയ്യാൻ തയ്യാറാകാത്ത വ്യക്തിയാണ് ഇപ്പം ഇരുന്ന് ഈ കാര്യം പറയുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇനി ലാസ്റ്റ് പറയാനുള്ളത്, ഈ പുള്ളിയുടെ വാചകടി കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. രേണുവിൻ്റെയും പുള്ളിയുടെയും വാചകം സ്ഥിരം സോഷ്യൽ മീഡിയയിലെ താരമായിട്ട് ഇപ്പം ബലത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഇതൊക്കെ ഈ വെട്ടം കണ്ടു കഴിയുമ്പം ഈ പൂച്ചകളൊക്കെ പറന്ന് വെട്ടത്തിൽ വരുന്ന അപ്പാനും ജീവൻ എടുക്കത്തേ ഉള്ളൂ. ഇപ്പോൾ ഇതെത്ര നാളത്തേക്ക് സോഷ്യൽ മീഡിയയും സിനിമയും എന്നൊക്കെ പറഞ്ഞാൽ എത്ര നാളത്തെ അതിൻ്റെ ഒരു പ്രൗഢി കഴിഞ്ഞ് കഴിയുമ്പോൾ അതങ്ങ് പോവും, ഓരോരുത്തരുടെ വഴിക്ക് പോവും. ഇപ്പം ആരൊക്കെയോ തൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള അഹങ്കാരമാണ് ഈ അച്ഛനും മക്കൾക്കും എല്ലാം. അത് മാറിക്കഴിയുമ്പം അനുഭവിക്കാൻ താൻ മാത്രമാണ് എന്നുള്ള ഓർമ്മ രേണുവിനും അച്ഛനും ഒക്കെ ഉണ്ടാകുന്നത് വളരെ നന്നാകും. അന്ന് ഏതെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അന്നും ഈ നാട്ടുകാർ, ഈ നാണം കെട്ടെന്ന് അവർ വിശേഷിപ്പിക്കുന്ന ഈ നാട്ടുകാർ തന്നെ കൂടെ കാണുന്നു. അതുകൊണ്ട് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു, ഞാനായിട്ട് പറയുന്നില്ല, പുള്ളി ഈ ഇൻ്റർവ്യൂവിനിടയിൽ പറഞ്ഞൊരു വാചകമാണ്. അത് പുള്ളിക്ക് തന്നെയാണ് സത്യമായിട്ട് യോജിക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. ഒന്ന് കേട്ടു. സോഷ്യൽ മീഡിയയിൽ അല്ലെ ഇതുപോലെ ഫോൺ എടുത്തു വെച്ചോണ്ട് അങ്ങ് കയറി ഇരുന്നിട്ട് എല്ലാം ഞാൻ തകഞ്ഞവനാണെന്ന് ഒരിക്കലും ആരും കരുതരുത്. ഇൻ്റർവ്യൂവിൽ ഉടനീളം ഇങ്ങനെയുള്ള വാചകങ്ങൾ കൊണ്ടുള്ള കഫർത്തായിരുന്നു പുള്ളി ചെയ്തത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ താഴെ വന്നേക്കുന്ന ഈ ഇൻ്റർവ്യൂവിൻ്റെ താഴെ വന്നേക്കുന്ന കമൻറ്റുകളെല്ലാം ദൈവത്തെ ഓർത്ത് ആ വീട് തിരിച്ചെടുത്ത് ആ വീട് തല്ലിപ്പൊടിച്ച്, അല്ലെങ്കിൽ ആ വീട് സ്ഥലവും തിരിച്ചെടുത്ത് വേറെ ആർക്കെങ്കിലും കൊടുക്ക്, അർഹതയുള്ള വേറെ ആർക്കെങ്കിലും കൊടുക്ക്, ഇവർക്ക് വേണ്ട എങ്കിൽ കൊടുക്കുക എന്ന് പറയുന്ന സ്ഥിരം ഡയലോഗ് തന്നെ. അതുപോലെ തന്നെ ഈ അച്ഛൻ്റെ മകളായതിൽ രേണു ഇങ്ങനെ ആയത് യാതൊരു തെറ്റുമില്ല എന്നുള്ള കമൻറ്റുകൾ ഒത്തിരി വരുന്നുണ്ട്. ഏതായാലും ഇതൊക്കെ തന്നെയാണ് പ്രേക്ഷകർക്കും പറയാനുള്ളത്, നമുക്കും പറയാനുള്ളത്. ഒരു സമയത്തേ മഹത്വമൊക്കെ മനസ്സിലാക്കേണ്ട ഒരു സമയം വരും. പക്ഷെ അന്നേരം ചിലപ്പം ഈ ഞാൻ പറഞ്ഞ പോലെ ആരും കൂട്ടിന് കാണില്ല. അന്നും ഈ നാട്ടുകാരും ഒക്കെ തന്നെ കാണും, അല്ലേ? യൂട്യൂബർമാരെയൊക്കെ സ്ഥിരമായിട്ട് ആക്ഷേപിക്കുന്നത് കണ്ടു ഈ രേണുവും അച്ഛനും ഒക്കെ. ഇവരൊക്കെ തന്നെയായിരുന്നു സുധിയുടെ മരണശേഷം ഇത് ജനങ്ങളുടെ മുമ്പിലെത്തിക്കാൻ ഏറ്റവും കൂടുതൽ ഈ രേണുവിൻ്റെ കാര്യങ്ങളിലുമൊക്കെ സന്തോഷം ഇത് പ്രകടിപ്പിച്ചതുമല്ല ഈ യൂട്യൂബ് ചാനലുകളായിരുന്നു. ഞാൻ സ്ഥിരമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, രേണുവിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട പലരും
വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വളരെ കുറവ് അത് ജീവിക്കാൻ വേണ്ടി. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വന്ന് പറയുമ്പോഴാണ് നമുക്ക് ഇടപെടേണ്ടി വരുന്നത്. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും എത്താം. ഓക്കെ, ബൈ.